ഒരുമയുടെ ഓണം. ഒത്തൊരുമയിലൂടെ ഒരു ഓണം സമ്മാനിക്കാനായി ഇതാ ഉല്ലാസ പൊൻതാരങ്ങൾ. ഉത്രാടത്തിന് നമ്മൾ ഇവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് പുളി ഇഞ്ചിയായിരുന്നു. അപ്പോൾ അന്ന് വിൻ ചെയ്തവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ, അതായത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, പപ്പടത്തോരൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇവരുടെ കുക്കിംഗ്. റെഡി അല്ലേ? റെഡി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ എടുത്ത് ഒഴിച്ചേ? മണ്ണെണ്ണ വേണോ? മണ്ണെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചോടെ ഉണ്ടാക്കിട്ട് അങ്ങോട്ട് തരും. എണ്ണ ചൂടോട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ പറിക്കാം. എന്തോ തെറിയൊക്കെ പറയുന്നു. എന്നിട്ട് കുറയ്ക്കാന്ന് ഉദ്ദേശിച്ചത്. അല്ല, നീ എന്തിനു ഇവിടെ? നീ അവിടെ പോയി നോക്കി. ഞാൻ എന്റെ മുത്തുമണിയുടെ അടുത്ത് വന്നതാ, എന്റെ കുട്ടിയുടെ അടുത്ത് വന്നതാ. മുത്തുമണി നോക്കി എനിക്കറിയാം. ആളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഹലോ ഹലോ, എന്താണ് അവിടെ? എന്താ പരിപാടി? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അങ്ങനെ പറ്റത്തില്ല, നോക്കാൻ വേണ്ടി വന്നാ. കോപ്പി അടിക്കാൻ പറ്റത്തില്ല. എന്താ നമ്മളെ നോക്കണ? എന്തോ കാണിക്കുന്നത്? നമ്മളെ നോക്കണ? പോണ അവിടെ നിന്ന്. ഞാൻ പ്രാകുവേ. ദൈവം, ഇതിപ്പോ തീരുന്നാണല്ലോ. നമ്മളിപ്പോ കഴിയും. പിന്നെ ഒരു സിമ്പിൾ ഗ്യാസ് ഞാൻ തിളച്ച എണ്ണ എടുത്ത് തലയിൽ ഒഴിച്ചു തരും. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ കയ്യും പൊള്ളിച്ചതാ. ആണോ? എന്നാ തിരിച്ച് പൊള്ളിച്ചോളൂ. എന്റെ കുട്ടി പാചകത്തിനൊപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇവിടെ പാചകം നടക്കുന്നതിനിടയ്ക്ക് പാചകത്തിന്റെ ആവശ്യമില്ല. പാചകം വേണം, പാചകം വേണ്ട, പാചകം വേണം. തുപ്പിൽ ഇറക്കി മാറില്ല ഇങ്ങോട്ട്. നിന്റെ കാസർഗോഡ് സ്ലാങ്ങിലെ അല്ല, അമൃത കാസർഗോഡല്ലേ? കാസർഗോഡാണ് അല്ലേ? പപ്പടത്തിന് അവിടെ എന്താ പറയാ? നമ്മുടെ അവിടെയും പപ്പടം തന്നെയാണ് പറയുന്നത്. പപ്പടം. പപ്പടത്തിന് എല്ലായിടത്തും ചോദിച്ചേ. എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഇതിനെ പറയും. പറയട്ടെ. ഇപ്പൊ പാചകം ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മിഥുൻ ഇപ്പൊ നിന്റെ കൈ പൊള്ളിച്ചു, എണ്ണ അറിയാതെ നിന്റെ കയ്യിൽ എടുത്ത് ഒഴിച്ചു. നീ ദേഷ്യപ്പെട്ട് അവനെ വഴക്ക് പറയുന്നു. അതെങ്ങനെയായിരിക്കും കാസർഗോഡ് ഭാഷയില് ചീത്ത വിളിക്കുന്നത്? അറിയുന്നില്ല, നല്ല നോക്കി കണ്ടിട്ട് ചെയ്തുകൂടിയതല്ലോ. നിന്റെ മുഖത്ത് ഉണ്ട കണ്ണുണ്ടല്ലോ, അത് നോക്കിക്കൂടെ? എന്നോട് ചീത്ത വിളിക്കാറില്ല. നമ്മള് സാധാരണ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യിപ്പാ. കണ്ടിന്യൂ ചെയ്യ്. അതെന്താ അറിയോ? ഇത് കോഴിക്കോടല്ലേ? അല്ല, ഞാൻ ഉഗാണ്ടയില്. അവിടെ കോഴയും മാച്ചിട്ട് ഒന്നേക്കുവാ. ആണോ? എനിക്കിതിൽ പങ്കില്ല. നമുക്കിതിൽ ടൈം ഉണ്ടോ? 10 minutes, only 10 minutes. 10 minutes ഇത് തീർക്കണം. അതെ. തുമ്മിക്കോ. അപ്പൊ കുക്കിംഗ് ആയിട്ട് നമ്മുടെ മണമുണ്ട്. ആരെ കേരറ്റ്? ഹായ്, നല്ല കൗണ്ടറായിരുന്നു. അതുവഴി പോയിട്ടുണ്ട്. ക്യാരറ്റ് ഒക്കെ വേണോ ഇതിന്? നീ ഇപ്പൊ അടിച്ച ആ അളിഞ്ഞ കൗണ്ടറിന് അതുവഴി പോയിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ക്യാരറ്റ് ഹൽവയാണോ പരസ്യത്തിൽ പറയും പോലെ? നിനക്ക് സ്പെഷ്യൽ വേണമല്ലേ? നിനക്ക് കാണോ ഇല്ല? ഇവിടെ ഒന്ന് കോപ്പി അടിച്ചിട്ട് അവിടെ പോയി പറഞ്ഞു. ഇത് കുളിക്കടവല്ല, ഒളിഞ്ഞു നോക്കാൻ. നീ അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് അത് നടക്കൂല. നീ അപ്പുറത്ത് ആക്ച്വലി എന്തിനാണ് അപ്പുറത്ത് പോണത്? പ്രശ്നം ഇപ്പൊ ഡെയിലി പ്രശ്നം. അടിപൊളി കൗണ്ടർ. വീണ്ടും നല്ല ഫസ്റ്റ് ഇതുവരെ കിട്ടിയില്ലേ? വിളിച്ച് പോരുതി. അതിന് ശ്രദ്ധിച്ചിരിക്കണോ? ശ്രദ്ധിച്ചിരിക്കാനാ? കറിവേപ്പില വേണമെന്നില്ല.
എടുത്തോണ്ട് പോ. ദിസ് ഇസ് ചീറ്റിംഗ്. കള്ളൻ. ഇത് മൊത്തം കിട്ടോ. എനിക്കിനി ഇത് വേണ്ട. ഈ ബാഗ് അല്ല പാചകപ്പരയിൽ മാത്രം കയറരുത് പോ. ഇല്ല 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 ഇവൻ തൊട്ടത് നോക്കി ഈ മുളക് എനിക്കിനി വേണ്ട. കൊണ്ടുപോ. എടാ concentrate. ഇതെന്തോ ആയി. കൊണ്ടിട്ട് ഞാൻ പോയാണ്. ഇനി ബാക്കി വെച്ച് നമ്മുടെ Time ആയിക്കൊണ്ടിരിക്കുവാ. എടാ എന്നാ ഇട്ടോ. നീ 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എനിക്കിനി വേണ്ട. ഇനി മോൾ സ്ഥാനത്താണോ മതിയല്ലേ? ഇളകാൻ എനിക്ക് നല്ലോണം അറിയുന്നതുകൊണ്ട് ആ, അതെ നീ ഇളക്കാൻ പിടിക്കുകയാണല്ലോ. അത് മാത്രം. അത് അടച്ചിട്ട് കാര്യമൊന്നും ഇല്ല. 1 ഇത് മോളിടാനോ? 2 അതെന്താ കഞ്ഞി 3 4 5 ഇവിടെ കഴിഞ്ഞു 6 ഈ കുട്ടി എവിടെയെങ്കിലും നേഴ്സറി കൊണ്ടാക്കോ. എണ്ണി പഠിച്ചോണ്ടിരിക്കുക. നമ്മളൊക്കെ എത്ര കണ്ടു. 10 ഇനി പറ്റത്തില്ല. ഇല്ല നിർത്ത്. ഇനി കൈ വെക്കരുത്. ഞാൻ നിന്നെ വെച്ചിട്ടില്ല. വെച്ച ഇങ്ങനെ നീ നിൽക്കൂല. പോടാ അവിടെ നിന്ന്. ഇവന് കുറെ നേരമായിട്ട് നീ എന്ത് പാടാ നീ എന്ത് പാടാ നീ? എനിക്കൊരു കടം തീർക്കാണ്. എടുത്ത മുളക് തിരിച്ചു തന്നിട്ടുണ്ട്. മുളകിന് ടേസ്റ്റ് ഉണ്ടോ നോക്കിട്ട് പറ. ഇല്ല അത് മധുര. വാശിയേറിയ മത്സരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അല്ലേ? ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടേ? അത് തിന്നുന്നടാ. ഇപ്പൊ നമുക്കത് കഴിച്ചു നോക്കണ്ടേ? ടേസ്റ്റ് നോക്കണ്ടേ? ഡേയ് അത് ഷെഫിന് വെള്ളം ഇവരിങ്ങനെ തിന്നു തീർക്കും. നിങ്ങൾ നിന്ന് നമ്മള് കഴിച്ചിട്ട് വേറെ ആരും നോക്കിയാ കൊടുക്കാൻ മതി. കൊള്ളില്ല. അതുകൊണ്ടാ. അയ്യോ കഴിക്കില്ല. ടേസ്റ്റ് അതുകൊണ്ട് പിന്നെ സാറ് വന്ന് ടേസ്റ്റ് ചെയ്യണം. നമ്മൾ കഴിക്കല്ലേ? ഞാൻ സാറിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ അത്രേ ഉള്ളൂ. Come on. ഗണപതിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളപ്പോ അങ്ങനെ പറയല്ലേ. അങ്ങനെയല്ല ഞാൻ പിന്നെ എങ്ങനെ ഞാൻ കൊള്ളാന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. സാറ് വരുന്നു കഴിക്കല്ലേ കഴിക്കല്ലേ. അവിടെ പോയി നാമിക്കിടും. കഴിച്ചു നോക്കിയിട്ട് കൊള്ളാമെന്ന് ഞാൻ പറയാൻ വിചാരിച്ചതുകൊണ്ടാ. സാറ് വരുന്നു ഇങ്ങോട്ട് നിൽക്കും. സാർ വരൂ സാർ. സാർ വീണ്ടും ഹാപ്പി ഓണം. ഹാപ്പി ഓണം കഴിഞ്ഞു. ശരിക്കും ഔട്ടത്തിന്റെ പ്രത്യേകത എന്താ? അവിട്ടം തവിട്ടിൽ നേടുന്ന നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ ഓണത്തിന് വന്നതിന്റെ ബാലൻസ് എടുത്തെല്ലാം കൂടെ കഴിക്കുന്നത്. കറക്റ്റ്. അതായത് ഉത്രാടം നമ്മൾ ഉത്രാട പാച്ചിലാണല്ലേ, നമ്മൾ എല്ലാം വാങ്ങിക്കാനും റെഡിയാക്കാനുള്ള ഒരു പാച്ചിലായിരിക്കും. തിരുവോണം നമ്മൾ മഹാബലിയെ ക്ഷണിക്കുന്നു, നമ്മൾ സദ്യ ഉണ്ണുന്നു, എല്ലായിട്ടും എൻജോയ് ചെയ്യുന്നു. അവിട്ടം ആകുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ക്ഷീണിക്കും അല്ലേ? സദ്യ കഴിച്ച് നമ്മളങ്ങ് ക്ഷീണിച്ച് പിന്നെ എത്ര സദ്യ നമ്മൾ കഴിക്കുന്നേ അല്ലേ? നമുക്ക് നമ്മുടെ ആർത്തി എല്ലാം തീരും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവർ ആർത്തി തീരുന്നില്ലോ. ഞാൻ വന്ന് നോക്കുമ്പോ അവിടെ അങ്ങനെ വാരി കഴിക്കുന്നു, ഓടിയെടുക്കുന്നു. എന്ത് കഷ്ടം നാൻസി ഇത്. അല്ല സാർ, ഇതിലൊരു കറപ്ഷൻ ഉണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോ കൊള്ളാം, അങ്ങനെ കഴിച്ചു പോയത്. അപ്പൊ ഞാൻ ആവശ്യം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാണുമെന്നുള്ള സംശയം ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷ തീർച്ചയായിട്ടും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് ഉറപ്പായിട്ടും കാണും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോണേ. ആദ്യം അത് സാറ് അവര് വളരെ അധികം ടേസ്റ്റ് കൊണ്ട് കഴിച്ചു പോയെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം കഴിച്ചിട്ട് ഇനി കിട്ടില്ല. സാർ ആദ്യം അത് ടേസ്റ്റ് ചെയ്യണം. ശരി. മിച്ചമുണ്ടോ? ഓക്കെ, മിച്ചമുണ്ട് സാർ. വേണം. കഷ്ടം സാറ് ചോദിച്ചു വേണം മിച്ചം ഉണ്ടോ. ഗുഡ്. നിങ്ങളുടെ പ്രത്യേകത അറിയുമോ? ഗുഡ് എന്ന് പറയാൻ കാര്യം നിങ്ങളുടെ ആ പപ്പടത്തിന്റെ ക്രിസ്പിനെസ് ഇപ്പോഴും മാറി. അതാണ് അത് സോഗി ആയിരുന്നെങ്കിൽ നമ്മുടെ ശോകമായേനെ. ഓക്കെ സാർ, ഇത് എന്താണെന്നറിയാമോ ഒരു കാര്യം? നിനക്ക് പപ്പടത്തോരൻ ഇതിനു മുന്നേ കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല. എനിക്കും കഴിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ പപ്പടത്തോരന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. അറിയാമായിരിക്കല്ലോ. അപ്പൊ ഇത് തന്നെയാണോ ടേസ്റ്റ് ശരിക്കും? പപ്പടത്തിന്റെ തോരൻ ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, സത്യം പറയട്ടെ. പക്ഷേ തോരന് നമുക്ക് ബേസിക്കലി ഉള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് അതും കൂടെ നോക്കിയിട്ട് ഒരു ഫൈനൽ കറക്ഷൻ പറയാം. ഒരു ചെറിയൊരു കറക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അടിപൊളി. നല്ല റിസൾട്ടാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. കഴിച്ചായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു, റിസൾട്ടും കിട്ടി. താങ്ക് യു സാർ. കരച്ചില് വരുന്നു. നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ട് പറ? കുഴപ്പമില്ലെന്നേ തോന്നുള്ളൂ. വെരി ഗുഡ് ടേസ്റ്റ്. രണ്ടുപേരുടെയും വെരി ഗുഡ് ടേസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ടേസ്റ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരാറില്ല. ചെറിയ 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 മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കറക്ഷൻസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആ മൈന്യൂട്ട് ഞാൻ റിസൾട്ട് പറഞ്ഞതിന് ശേഷം പറയാം. അല്ലെങ്കിൽ ഇപ്പോഴേ റിസൾട്ട് പറയുന്ന പോലെ ആയിപ്പോലെ. അതെ, ഓക്കെ ഓക്കെ. നിങ്ങളത് വളരെ നന്നായിരിക്കുന്നു. നിങ്ങളുടെ ടീമിൻ്റെയാണ് ആക്ച്വലി സമ്മാനം അർഹിക്കുന്നത്.
ആദ്യത്തെ പാചകം വിജയിച്ചിരിക്കുന്നു. സീരിയസ്ലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ടും അയ്യോ. എന്ത് പൊടി ഇട്ടതിനാണ് സാറിന് മയക്കാനായിട്ട്. സ്നേഹം. എന്തായാലും കൊള്ളാം. ഒരു കൈഡി കൊടുത്തേ. ഞാൻ കൊടുത്തു. എന്തൊക്കെയാണ് ഗുഡ് ഗുഡ്. ഞാൻ പറഞ്ഞ ചെറിയ കറക്ഷൻ പറയാം. ഓക്കെ, പപ്പടത്തിന് ബേസിക്കലി അതിനകത്ത് സോൾട്ട് ഉണ്ട്. ഉണ്ട്. ഇല്ലേ? പപ്പടത്തിന്റെ ഉപ്പ് ടേസ്റ്റ് ആണ് എപ്പോഴും. ഉപ്പാണത്. ഓക്കെ, അപ്പം നമ്മൾ പപ്പടം ഓൾറെഡി അതിനകത്ത് ഉപ്പുണ്ട്. അപ്പം നമ്മൾ പിന്നെ തോരനിൽ അതേ റേഞ്ചിൽ ഉപ്പിടാൻ പാടില്ല. അപ്പം അങ്ങനെ എന്ത് പറ്റും? ഉപ്പിന്റെ ഇത് കൂടും അവിടെ. ആശ്വാസവാക്ക് ഓക്കെ, അല്ല ഇവരുടെ ഉപ്പ് ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ബാലൻസ് ആണ്. പക്ഷേ പപ്പടം കഴിക്കണം, ഈ നമ്മുടെ തോരന്റെ മിക്സില്ലേ അത് കുറവാണ്, പപ്പടം കൂടുതലായിപ്പോയി. അപ്പം നമ്മൾ കഴിക്കുമ്പം പപ്പടം പൊട്ടിച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ആ ചേരുവകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പപ്പടവും അതിന് ആനുപാതികമായിട്ട് ബാലൻസ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ. അല്ല സർ, പപ്പടം കൂടുതലായിരുന്നു എന്നാണോ പറഞ്ഞത്? പപ്പടം അവിടെ കൂടുതലായിരുന്നു. ഈ പയ്യനുണ്ടല്ലോ നേരത്തെ സ്കെയില് വെച്ചാണ് പപ്പടം മുറിച്ചത്. ഞാൻ കണ്ട സത്യം, സ്കെയില് വെച്ച് പപ്പടം ഒക്കെ നല്ല കറക്റ്റ് ഷേപ്പില് മറ്റേ ലിറ്റ്മസ് പേപ്പറിന്റെ അളവില് മുറിച്ചെടുത്തതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനമായി? നല്ല പപ്പടം ഇരുന്ന്. ഇത് കണ്ടോ? പപ്പടം ഇട്ടൊരു പക്ഷേ രണ്ടുപേരുടെയും ഇതൊരു സമ്മാനം കൊടുക്കണതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ കറക്ഷൻ, അല്ലാതെ ഇതിനകത്തൊരു വലിയ ഡിഫറൻസ് ഒന്നും. രണ്ടുപേർക്കും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോ വിന്നേഴ്സ് ടീമിന് നമുക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, കൊടുത്താലോ സാർ? പിന്നെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോ മിൽമ ഇവർക്ക് ഒരു അടിപൊളി സമ്മാനം നൽകുന്നുണ്ട് സാർ. കൈമാറാം. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓൾറെഡി നല്ല സന്തോഷത്തിലാണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. സരോജം കോളേജിൽ പോയിട്ട് വരികയായിരിക്കുമല്ലേ? പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ ബന്ധത്തിന്റെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചോട്ടെ. എൻ്റെ അച്ഛനോട് ചോദിച്ചോ ഗോപാലൻ കൃഷ്ണൻ ചേട്ടൻ? അച്ഛനോട് ചോദിച്ചു, അമ്മയോടും ചോദിച്ചോ? അമ്മയോടും ചോദിച്ചു, ഏട്ടനോടോ? ഏട്ടനോടും ചോദിച്ചു. അവർക്കൊക്കെ സമ്മതാണെങ്കിൽ എനിക്ക് സമ്മതാ. എൻ്റെ ദൈവമേ, അപ്പോൾ ഞാൻ ഉടനെ തന്നെ സരോജത്തിൻ്റെ വീട്ടിലേക്ക് അവരെയും കൂട്ടി പെണ്ണ് ചോദിക്കാനായിട്ട് വരട്ടെ? എങ്കിൽ സരോജം പൊയ്ക്കോളൂ. എൻ്റെ സരോജം, എൻ്റെ സരോജം, എൻ്റെ മാത്രം സരോജം. എൻ്റെ മനസ്സിൻ്റെ അകത്തട്ടിൽ പൊഴിഞ്ഞു വീണ സ്നേഹത്തിൻ്റെ പൂക്കളാണ്. നിന്നോടൊപ്പമുള്ള ഒരു നിമിഷവും എൻ്റെ ഹൃദയത്തിൻ്റെ കോണിലുണ്ടാകുന്ന പ്രണയത്തുടുപ്പുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. I love you. ഹലോ ബേബി. ഹായ് ഡാർലിംഗ്. എവിടെയാടാ കുട്ടാ? ഞാനൊരു ബെസ്റ്റിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഇപ്പൊ വരുമെന്ന് പറഞ്ഞേ. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ സെയിം വൈബാണല്ലോ. അതെ, അടിപൊളി സെറ്റ് അല്ലേ? ഇന്നല്ലാതെ. അങ്ങനെ ചാറ്റിംഗ് ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? ചാറ്റ് ചെയ്തിട്ടാണല്ലോ ചീറ്റ്. നല്ല ചാറ്റ് നേരിൽ ചെയ്തിട്ട് കണ്ടില്ല, നമ്മളെ നേരിൽ കണ്ടില്ല. അല്ല, ചാറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഡേറ്റിങ്ങിനൊക്കെ പോണ്ടേ? ഷുവർ. നീ ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തേ. പിന്നെ ഈ മാസം മതിയോ? ഈ മാസം നെക്സ്റ്റ് വീക്ക് ആയിക്കോട്ടെ. നെക്സ്റ്റ് വീക്ക്. തീയതി? തീയതി നിനക്ക് ഇഷ്ടമുള്ളേ. എന്നാലും ഒരു ഓപ്ഷൻ നീ പറയണ്ട കുട്ടാ, ആസ് യു വിഷ്. 18-ാം തീയതി ആയിക്കോട്ടെ. പിന്നെ എന്നെ കാണാൻ വരുമ്പോ ഗിഫ്റ്റ് കൊണ്ടുവരണം. എൻ്റെ പെണ്ണിന് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? അത് നിന്റെ ഇഷ്ടം. ഓക്കെ, ലവ് യു.
Love you 2, 3, 4. വെക്കട്ടാ ഓക്കെ കാന്താരി. പോടാ കുറുമ്പ. പതിനെട്ടാം തീയതി മറ്റേ ബസ്, 19-ാം തീയതി മറ്റേ ബസ്, 20 മറ്റേ ബസ്. ഈ മാസത്തിൽ നിന്നും നടക്കൂല ഒരു ഡേറ്റ്. ആ ഇന്ന് ഒരാളെ ഒപ്പിക്കണമല്ലോ, മറ്റേ ബസ്റ്റിൽ നിന്ന് വിളിച്ചോക്കാം. അയ്യോ എന്താ ചേച്ചി? അവിടെ പോടാ. കോളേജിൽ നിന്ന് വരിക. എന്റെ പേരെന്താ? കോമളൻ. എവിടെ താമസിക്കുന്നത്? ഓ അവിടെ അവിടെ പേരില്ലേ? വെഞ്ഞാറമൂട്. ഞാൻ പോട്ടെ ചേച്ചി, എനിക്ക് പേടിയാവുന്നുണ്ട്. കേടാ അവിടെ. നീ സിഗരറ്റ് വലിക്കോ? ഒരു ചുണ്ടു കണ്ടാ പറയില്ലല്ലോടാ. വെള്ളം അടിക്കോ? എന്തോ ചെറുക്കനാടാ നീ. എനിക്ക് അച്ഛനെ പേടിയാ ചേച്ചി. അച്ഛനെ പേടി. അവൻ്റെ ഒരു മുണ്ടും ഷർട്ടും ബാഗും അതൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ട് എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? എനിക്ക് ഈ റീല് ചെയ്യാൻ വേണ്ടി ഒരു പെയറിന് ആവശ്യമുണ്ട്. നിന്നെ ഞാൻ കുറേ നാളായിട്ട് നോട്ടിട്ട് വെച്ചിരിക്കുകയാണേ. നീ എന്ത് പറയുന്നു? ചേച്ചി അത് അച്ഛനോട് ചോദിക്കണം ചേച്ചി. ആരെങ്കിലും കാണും, ഞാൻ പോട്ടെ. ഇരിക്കടാ അവിടെ. അച്ഛനോട് അമ്മയടുത്തൊക്കെ ഞാൻ ചോദിക്കാം. നീ എന്ത് പറയുന്നു? എനിക്കെന്നെ ഇഷ്ടമാണോ? ചേച്ചി അത് എനിക്ക് വേറൊരു ചേച്ചിയെ ഇഷ്ടമാണ്. നിന്നെ ഒരു ചേച്ചിക്ക് ഞാൻ വിട്ടുകൊടുക്കൂല. ഇനി മുതൽ ഈ ചേച്ചിയാണ് നിന്റെ അല്ല. ഞാനൊരു 4 പേരെ റീൽ എടുക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ടാസ്കിന്റെ ഭാഗമായിട്ട്. അവര് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ടാസ്കിലോട്ട് പോയാലോ? അടുത്ത നമുക്ക് ഗെയിം ഷോ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ അടുത്ത ഗെയിമിന് റെഡിയായി നിൽക്കുവാണ് അല്ലേ? ഈ ഗെയിമിന്റെ റൂൾസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീം, 4 ഗേൾസ് 4 ബോയ്സ്. നിന്നതുപോലെ തന്നെ. അതെ, അത്രേ ഉള്ളൂ. അതായത് കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക 4 പേരും ഇങ്ങനെ റൗണ്ടിൽ. അതെ, നമുക്ക് അതെ 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 അതെ. എന്നിട്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ചെയ്യണം. മനുഷ്യച്ചെങ്ങനെയാണോ ഉദ്ദേശിച്ചത്? 10 സെക്കൻഡ് കൊണ്ട് പറ്റുന്ന ബോൾ അതിനകത്ത് നിന്ന് എടുക്കണം. അതെ, എണ്ണുമ്പോഴത്തേക്ക് 2 കയ്യിൽ എത്ര ബോൾ കിട്ടുന്നു അത്ര എടുക്കാം. പക്ഷേ 10 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. റെഡിയാണോ? അപ്പൊ ഫസ്റ്റ് ഗേൾസ് ടീമാണോ ബോയ്സ് ടീമാണോ? ഗേൾസ് ഫസ്റ്റ്. എന്നാ പിന്നെ നമുക്ക് അംഗം കുറിച്ചാലോ? നമ്മളിവിടെ തടയണം. റൗണ്ട് 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 10 സെക്കൻഡേ ഉള്ളൂ. അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനി അടുത്ത നിങ്ങളുടെ ചാൻസ് ആണ്. ഇക്കടോ ഇതിന്റെ പറയട്ടോ. ജെന്റിൽമാൻസ്, നിങ്ങൾ റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കറങ്ങണില്ല, ഞാൻ നിൽക്കുക. ഞങ്ങളുടെ സിന്ധു ചേച്ചിക്ക് വയ്യാത്തോണ്ടോ? അല്ലാതെ ഞങ്ങൾ നിങ്ങളിത് കണ്ടായിരുന്നോ? കണ്ടു.
ഞാൻ പറയട്ടെ നമ്മളിത് ഇതുപോലെ സാരിയും പാവാടയും അവർക്ക് ചേച്ചിക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ അതെ ഞങ്ങൾ വിട്ടുവെന്നാണ് ഇത്രയും റൗണ്ട് ഇവിടെ 2 റൗണ്ട് ഇട്ടോളൂ. ശരി ശരി സമ്മതിച്ചു നിങ്ങൾ എത്ര പോയിട്ടു അത് പറ എന്നിട്ടാണ് 3 നമ്മളെ കുറ്റം പറഞ്ഞത്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. അവിടെ ഇടണമായിരുന്നു കൈ നിൽക്കണ ഞങ്ങൾ പതുക്കെ നിങ്ങൾക്ക് എണ്ണി തന്നെ നിങ്ങൾ കുക്കിങ്ങും റീൽസും ഗെയിംസുമായി അവിട്ടം ദിനം പൊടിപൊടിച്ചു. ഇനി നമുക്ക് മുമ്പിലുള്ളത് ചതയ ദിനമാണ്. ഈ ചതയ ദിനത്തിലും നിങ്ങളുടെ ഉല്ലാസ പൊൻതാരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കാനായി. അതുവരെ സൈനിങ് ഓഫ് നാൻസി.